തായ് ബറക്ക, പെണ്ണുങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള ആളുകൾ ഐസറുഹുന്ന മൂന, ഏറ്റവും ചെലവ് ചുരുക്കി ചെലവ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഏറ്റവും. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, കുറഞ്ഞ ചെലവുമ്മേൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കും. എത്ര അനുഭവവേദ്യമാകും ഭക്ഷണം എന്നറിയോ? അല്ലെങ്കിൽ ഭക്ഷണത്തിനൊക്കെ കൈപ്പൊരുത്താണ്. കുറഞ്ഞ ചെലവ് കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും. എന്നാലോ വല്ലാതെ ചെലവാകും, ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ കഴിയില്ല. കുറെ നെയ്യുണ്ട്, കുറെ തേങ്ങ അരച്ചു, പക്ഷെ ഒരു ലേശം ഉപ്പ് കൂടിയാൽ മതി. യാ അല്ലാഹ്, ഇയാൾക്കാട്ടെ കഴിഞ്ഞ ആഴ്ച തന്നെ BP കൂടുതലുമാണ്. അല്ല, ഈ സാഹചര്യത്തിൽ കുറച്ച് ഉപ്പും കൂടി കയറ്റിയാൽ എന്താകും ഇയാളുടെ സാഹചര്യം? എങ്കിൽ നോക്കൂ നിങ്ങൾ, ചില ആളുകൾ അങ്ങനെ കുറഞ്ഞ ചെലവുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും. കുറഞ്ഞ ചെലവുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും, എന്നാലോ നല്ല ഭക്ഷണമായിരിക്കും. അല്ലെങ്കിലും ഭക്ഷണങ്ങൾ നാട് സംബന്ധിയാണെന്നും വ്യക്തി സംബന്ധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, ഓരോ നാട്ടിലും ഓരോ സ്വഭാവമാണ്, ഓരോ നാട്ടിലെ ഭക്ഷണത്തിന് ഓരോ രീതിയാണ്. ചില നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത കൈപ്പൊരുത്താണ്. അത് ആ വിഷയത്തിൽ മലപ്പുറം ജില്ലക്കാർ ഏറ്റവും മേലെ എന്നാണ് ഞാൻ കോഴിക്കോടിനേക്കാൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, കോഴിക്കോട് ജില്ലയേക്കാൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ കുറഞ്ഞ ചെലവ് കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും. അതൊക്കെ ചില കൈപ്പൊരുത്തങ്ങളാണ്. എങ്ങനെ ആ ബർക്കത്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല, കൈപ്പൊരുത്താണ്. അല്ല, ഞാൻ ചിന്തിക്കാൻ, ഞാൻ കാസർഗോഡ് എല്ലാം ഞാൻ കാണാറുണ്ടല്ലോ. പക്ഷെ ചില ഭക്ഷണ രീതികൾ വലിയ ചെലവൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കൈപ്പൊരുത്തം ഉണ്ടാവും. അതൊന്ന് പഠിക്കണം പെണ്ണുങ്ങൾ. കൈപ്പൊരുത്തം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഐസറുന്ന മൂന, ചെലവൊക്കെ വളരെ ചുരുങ്ങിയിരിക്കും, പക്ഷെ നല്ല ഭക്ഷണം ഉണ്ടാവും. ലാ യൻളുറുല്ലാഹ്, ചില പെണ്ണുങ്ങളുണ്ട് എപ്പോഴും ഇങ്ങനെ ശിക്കായത്ത് പറയും, അത് കുറഞ്ഞു ഇത് കുറഞ്ഞു എന്ന്. എപ്പോഴും ഇയാൾക്ക് ഓടുന്ന പണി മാത്രമേ ഉണ്ടാവൂ. ഏത് നേരവും ഒന്നുമില്ലെങ്കിൽ അവസാനം ഒരു പപ്പടത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ഓടിക്കും ഭർത്താവിനെ. ഒരു വട്ടെങ്കിലും ഭർത്താവിനെ ഓടിച്ചിട്ടില്ലെങ്കിൽ റാഹത്താവൂല മൂപ്പത്തിക്ക്. ഇങ്ങനത്തെ ചില സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്. ഇതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ ഖാല ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻളുറുല്ലാഹ അല്ലാഹു തബാറക വതആല ഇല ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ, കൊണ്ടുവന്നത് നന്ദിയോട് സ്വീകരിക്കാത്ത ഒരു പെണ്ണിനും അല്ലാഹു തആല അന്ത്യനാളിൽ റഹ്മത്ത് കൊണ്ട് നോക്കുകയില്ല. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വെറുതെ ഒരു ഭാര്യയാകണ്ട. ഇത് വെറുതെ ഒരു ഭാര്യയല്ല, ഇത് നല്ല ഭാര്യയാണ്. അങ്ങനെ പറയണ്ട. ആരോ എന്നോട് പറഞ്ഞു, വെറുതെ ഒരു ഭാര്യ എന്നും എവിടെ എഴുതി കാണുന്നുണ്ടല്ലോ എന്ന്. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, വെറുതെ ഒരു ഭാര്യ എന്ന് എഴുതി കാണുന്നുണ്ടല്ലോ എന്ന്. ഇത് വെറുതെ ഒരു ഭാര്യ അല്ല, അതൊക്കെ ഭാര്യയെ വെറുതെ ആക്കുന്നതാണ് എന്ന്. അല്ലെങ്കിൽ എന്റെ ഭാര്യ വെറുതെ പോകുന്നതാണ്, അതൊക്കെയാണ് ആ സാധനങ്ങൾ. ഇത് നല്ല ഭാര്യയാണ്. ഇതാ നല്ല ഭാര്യ. എന്ത് കൊണ്ടുപോയി കൊടുത്താലും തൃപ്തിപ്പെടുത്തും. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി കുട്ടികൾ വല്ലാതെ ബാപ്പമാരോട് ആവശ്യം പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടും. പന ബുദ്ധിമുട്ടാക്കരുത് അങ്ങനെ പറയുന്നവരുണ്ട്. പന ബുദ്ധിമുട്ടാക്കും, പനോടത് പറയേണ്ടത് ഇപ്പോഴേ പറയാം. അതിപ്പോ നിങ്ങൾക്ക് ആവശ്യമല്ല. ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടാവും, ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ കരുത്തുണ്ടാവും. വാങ്ങിക്കൊടുക്കണമെന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് ഭർത്താവിന് തോന്നുകയും ചെയ്യും. പക്ഷേ ഭാര്യ പറയും, വേണ്ട വേണ്ട, അതിന്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ വേണ്ട എന്ന്. എന്തിന്? ഭർത്താവിന് പരമാവധി ബുദ്ധിമുട്ട് കുറക്കുക. ധാരാളമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ മഴ പെയ്യുന്നത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ, ഉണ്ട്. നല്ല അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ, ഉണ്ട്. അല്ലാഹു തആല നല്ല ബോധമുള്ളവരെ നിലനിർത്തട്ടെ. അതൊരു സ്നേഹമാണത്, വല്ലാത്തൊരു സ്നേഹം. ഹദീത്ത് പറയട്ടെ. ഞാൻ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് നോക്കി, അതിൽ കൂടുതലും ആരാണ് പറഞ്ഞത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഹദീസാ, ബുഖാരിയിലുണ്ട് ഹദീസ്, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസാണ്, പ്രധാനമാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ. ഹബീബായ നബി പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് നോക്കി, അവിടെ കൂടുതലും ഉള്ളത് പെണ്ണുങ്ങളെയാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ബിമാദാ യാ റസൂലല്ലാഹ്, എന്താ നബിയെ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിലെത്തിയത്? ഖാലൻ നബിയു, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബികുഫ്രിഹിന്ന ബികുഫ്രിഹിന്ന ബികുഫ്രിഹിന്ന, അവരെ കുഫ്ർ കൊണ്ട് തന്നെ അവർ നരകത്തിലെത്തി. അപ്പോൾ സ്വഹാബികൾ ബേജാറായി, യക്ഫുർനല്ലാഹ്, ഈ പെണ്ണുങ്ങളൊക്കെ അള്ളാഹിനെ കൊണ്ട് കാഫിറാകുമോ നബിയെ? ഇല്ല, മുസ്ലിം പെണ്ണുങ്ങൾ അള്ളാഹിനെ കൊണ്ട് കാഫിറാകുമെന്നാണോ നബിയെ? മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ ഏറിയ കുറും എവിടെയാണ്?
നരകത്തില. എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഫ്രിഹിന്ന, അവരെ കുഫറാണ് കാരണം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു യക്ഫുർനല്ല, അവർ അള്ളാനെ നിഷേധിച്ച് കാഫിറാവുമോ നബിയെ? ഇല്ല. വലാകിൻ യക്ഫുർനൽ ആശിറ, അവരാരെയാ നിഷേധിക്കുക? അള്ളാനെയല്ലേ നിഷേധിക്കുക. ആരെയാ നിഷേധിക്കുക? ഭർത്താവിനെ നിഷേധിക്കുക. ഇദാ അഹ്സൻത ഇലാ ഇംറാത്തിൻ അദ്ദഹ്റ കുല്ലഹു, കാലാകാലം ഒരു പെണ്ണിന് ഒരാൾ നല്ലത് ചെയ്തു കൊടുത്തു. ഫൈന റഅത് മിൻക ശൈഅൻ തക്റഹു, പിന്നെ അവൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം നീ ചെയ്താൽ ഫതഖൂലു, അപ്പോൾ അവൾ പറയും മാ റഅയ്തു മിൻക ഖൈറാ, മാ റഅയ്തു മിൻക ഖൈറാ, നിങ്ങളെ ഭാര്യയായിട്ട് ഒരു സുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായിടനില്ല. ഇതാണ് പെണ്ണ് നരകത്തിലെത്താൻ കാരണമെന്ന് ഹബീബായ നബി സ്വഹീഹുൽ ബുഖാരി. മനസ്സിലായോ? ഇത് പറയുന്നവരില്ലേ, ചിന്തിക്കണം. നിങ്ങൾ ഒരു ഒറ്റയടിക്കാൻ നിഷേധിക്കും. ആര് നിസ്കരിക്കണവര് നിസ്കരിക്കും, നിസ്കാരപ്പായം മടക്കി വെക്കാതെ നിസ്കരിക്കും, ദിക്ർ ചൊല്ലും, ഖുർആനോടും. നിങ്ങളെ പുതിയാപ്പള നിങ്ങളെ പെണ്ണുങ്ങളായിട്ട് ഒരു സുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തന്നെ ഇല്ല. പിന്നെ പറയാളൊക്കെ പറയും ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസനയില്ല. ഹബീബ റസൂല പറഞ്ഞു, ഹബീബ റസൂല പറഞ്ഞു, നല്ലോണം ചേർപ്പിച്ചോളൂ. സ്വഹാബികൾ പേടിച്ചു. അവർ അള്ളാനെ ശരിക്കും നബിയല്ല, അള്ളാനെ അല്ല നിഷേധിക്കുക. ഭർത്താക്കന്മാരെ നിഷേധിക്കും. ലൗ അഹ്സൻത ദഹ്റ കുല്ലഹു, ആയുസ് മുഴുവനും തെണ്ടിച്ചധ്വാനിച്ച് പോറ്റിയാലും ഇഷ്ടമില്ലാത്തൊരു ഒരു കാര്യം കണ്ടാൽ ഉടനെ പറയും മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളെ ഭാര്യയായിട്ട് ജീവിതത്തിൽ എനിക്കൊരു ഉപകാരവും സുഖം ഉണ്ടായിടനില്ല എന്ന് പറയും. ഇത് മതി അവളെ നരകത്തിലെത്തിക്കാൻ എന്ന് ഹബീബായ നബി നല്ലോണം കേട്ടുകൊണ്ട് നല്ലോണം പേടിച്ചോളൂ. നല്ല പെണ്ണുങ്ങൾക്ക് വരെയുള്ള ഒരു സോക്കടാത്. ഈ സോക്കട് നല്ല പെണ്ണുങ്ങൾക്കുണ്ട്. അഥവാ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ, നോമ്പൊലിക്കുന്ന പെണ്ണുങ്ങൾ, പിന്നെ എങ്ങനെ പെണ്ണ് നരകത്തിലെത്തി? പിന്നെ എങ്ങനെ പെണ്ണ് നരകത്തിലെത്തി? പിന്നെ വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഹബീബ ലാ യൻളുറുല്ലാഹ് ഇലാ ഇംറാത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ, ഭർത്താവിനെ നന്ദിയോടെ സ്വീകരിക്കാത്ത ഒരു പെണ്ണിനെയും അല്ലാഹു തആല അന്ത്യനാളിൽ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. ആ പെണ്ണിന് അല്ലാഹു തആല റഹ്മത്ത് കൊടുക്കില്ല. റഹ്മത്തിന് നോട്ടം നോക്കില്ല എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. സ്വലാത്തുല്ലാ സലാമുല്ലാ ഭർത്താവിനെ എതിര് പറഞ്ഞതാണ് പെണ്ണിനെ കൂടുതൽ നരകത്തിലെത്തിക്കുന്ന കാര്യം. അതാണ് ഹബീബ റസൂൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഭർത്താവിനെ നിസ്സാരമാക്കുക, ഭർത്താവിനെ നന്ദികെട്ടിലാക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അതിന് ചിലപ്പോൾ വേറെ ആളുകൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുക. ഭർത്താവ് പെണ്ണിന് തന്നെ ഗ്യാങ് ഉണ്ടാവും. ഒരു പെണ്ണിനെ മോശമാക്കാൻ ആ സൊസൈറ്റിയിലെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടാകും. അപ്പോൾ പിന്നെ നീ ഇങ്ങനെ ചെയ്താ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ വിട്ടുകൊടുത്താൽ പിന്നെ നമ്മള് ഒന്നുമല്ലാതെയോ എന്ന് പറഞ്ഞത് തിരികെ എത്തുന്നത് ആരാവും? വേറെ പെണ്ണ്. അബൂദാവൂദ് കുറച്ച് ഞാൻ മെനക്കെട്ടുണ്ട് കിട്ടാൻ, കുറച്ച് വർക്ക് ഒഴിവാക്കി സാധനം കിട്ടി. കേട്ടോളൂ. ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന ഒരു പെണ്ണിനെ ഏതെങ്കിലും മറ്റ് പെണ്ണുങ്ങൾ ഫിത്നയിലാക്കിയാൽ ഫലൈസ മിന്നാ, അവൾ എന്നിൽപ്പെട്ടവളല്ല. ഹബീബ റസൂൽ പറഞ്ഞു, ഭർത്താവിനോട് സഹകരിക്കാൻ വേണ്ടിയാണ് പരമാവധി പ്രേരിപ്പിക്കുന്നത്. ഭർത്താവിൽ നിന്ന് ആ പെണ്ണിനെ അകറ്റാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾ തിരികെറ്റുന്നുണ്ടെങ്കിൽ ആളുകളുടെ ഈമാൻ അതുവഴി നഷ്ടപ്പെടും എന്ന് ഹബീബ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക, ഇതൊക്കെ പെണ്ണുങ്ങളുടെ രീതിയാ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാ. മുഅ്മിനീങ്ങളെ, ആരോടുകൂടെ പെണ്ണിന്റെ മറ്റൊരു കാര്യം ദാരിദ്ര്യത്തിൽ സഹകരിക്കുക, ദാരിദ്ര്യത്തിൽ സഹകരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട. ഹബീബ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, കുന്നാ ആലു മുഹമ്മദിൻ നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ. നമ്മൾ നബി കുടുംബം, ഞങ്ങൾ നബി കുടുംബം 2 മാസം ഒന്നും വീട്ടിൽ തീ കത്തിക്കുകയില്ല. എത്ര 2 മാസം. നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലൈന ഹിലാല